ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണേ. ഒരു റൗണ്ട് കോഴിക്കോട് ഫാഷൻ ബസാറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഡ്രസ്സ് എടുത്തിരുന്നില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നേരെ വിട്ടത് പേരാമ്പ്ര പുതിയ ഗ്രാൻഡ് ഹൗസിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അങ്ങോട്ട് പോയിരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കാണാമെന്ന് കൂടി വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇടങ്ങാറ് പിടിച്ച പരിപാടിയാണ് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ. 6 മാസം ഒരു കൊല്ലം കൂടുമ്പം പോവുക, ഒരുമിച്ച് 4-5 എടുക്കുക, പിന്നെ അത് ആ വർഷം മൊത്തം ഇടുക. അത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കുന്ന പരിപാടി ഇല്ല. വളരെ മടി പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഇവരെല്ലാം നിർബന്ധിച്ചുകൊണ്ടാണ് കൂടെ പോയത്. അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് നമ്മളെ സുഹൃത്തുക്കളുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പോൾ അവരോട് ലോകിയൊക്കെ പറഞ്ഞ് പതുക്കെ കൂടി കയറി. ഞാൻ മെയിനായിട്ട് കുഞ്ഞാവനെ പിടിക്കാനായിട്ടോ പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പർച്ചേസിങ് പരിപാടി നടക്കില്ല. ഇവനെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കും. അതുകൊണ്ട് കുഞ്ഞാവനെ ഞാനെടുത്ത് ബാക്കി ഇവർ അതിനുള്ളിൽ കയറി ഡ്രസ്സ് സെലക്ഷനൊക്കെ തുടങ്ങി. ഇത് സൗമ്യൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് രാജി എടുത്ത് കൊടുത്ത ഡ്രസ്സാണ്. അതാണ് ഇതിനകത്ത് കാണിച്ചത്. അപ്പം ഈ 2 ഡ്രസ്സും കൂടി അവർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം കുഞ്ഞാവ പതിവ് പോലെ നല്ലൊരു ഫ്ലോർ കിട്ടി. ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഉഷാറായി. നിലത്തിറങ്ങി. പിന്നെ പറക്കം പാച്ചിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യം പറഞ്ഞാൽ എവിടെയൊന്നും ഇരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ ആ ഗ്രാൻഡ് ഹൗസിൻ്റെ മൊത്തം ഫ്ലോറും എല്ലാ ഭാഗവും ഞാൻ പോയി നടന്ന് കണ്ടു. കാരണം ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറകെ ഓടി. ആ സമയത്ത് എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തു. അപ്പം പുതിയ ഗ്രാൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. എല്ലാത്തിനും വെവ്വേറെ സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെതും വെഡ്ഡിങ് സെൻറ്റർ വേറെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്രൈഡ് ഗ്രൂം എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. അപ്പം എന്തായാലും ഒരു വിവാഹ പാർട്ടി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാം. അത്യാവശ്യം കളക്ഷൻ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബ്രാൻഡഡ് സാധനങ്ങളും സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റിന് കിട്ടുന്ന സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. എന്തായാലും പോകാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസിങ്ങിനിടെ നമ്മളെ ചാനലിൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വന്ന് പരിചയപ്പെട്ടു. എല്ലാവരും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഈ വിഷു എല്ലാവരും അടിച്ച് പൊളിച്ച് തിമിർത്ത് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം വിഷുവിൻ്റെ അന്നത്തെ ഒരു ലോങ് വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ.